നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള വേദി പങ്കിട്ടത് BJPക്കുള്ളിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ടാക്കിയിരുന്നു. ഇപ്പോഴും ആ ഒരു അമർഷമൊക്കെ നിലനിൽക്കുന്നു. പ്രമീളയോട് വിശദീകരണം ചോദിക്കുന്നു. മാത്രമല്ല തുടർ നടപടിയിലേക്ക് കടക്കാൻ BJP തയ്യാറെടുക്കുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇതാ CPMനും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ ഒരു വിഷയത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം വേദി പങ്കിട്ട് CPIM ജനപ്രതിനിധിയും കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം വേദി പങ്കിട്ടത്. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു രാഹുലിനൊപ്പം CPIM ജനപ്രതിനിധിയും പങ്കെടുത്തത്. എന്തായാലും ആദ്യം BJP വനിതാ നേതാവ് ഇത്തരത്തിൽ പങ്കെടുക്കുന്നു, വിവാദമാകുന്നു. അതിന് പിന്നാലെ ഇത് CPM വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം വേദി പങ്കിടുന്നു. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇവർ വേദി പങ്കിടുമ്പോൾ അത് ഒരു വിവാദമാകുന്നത് അല്ലെങ്കിൽ ഒരു വിമർശന വിധേയമാകുന്നത് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. അതായത് BJPയും അതുപോലെ തന്നെ DYFയും ഒരുപോലെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയായിരുന്നു ഇത്തരത്തിലൊരു MLA, അതായത് ലൈംഗികാരോപണം നേരിട്ട് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു എന്ന ആരോപണമൊക്കെ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ DYFയും അതുപോലെ തന്നെ BJPയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു MLA തങ്ങൾക്ക് ആവശ്യമില്ല. മാത്രമല്ല ഒരു MLA എന്ന രീതിയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല, MLA ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല. ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ശക്തമാക്കി ഒരു വശത്ത് ഈ DYFയും BJPയും ഒക്കെ വെല്ലുവിളികളൊക്കെ ശക്തമാക്കി MLAയുടെ രാജി വേണം എന്ന സമരവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ വനിതാ നേതാക്കന്മാർ അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടുന്ന വേദി ബഹിഷ്കരിക്കാതെ അദ്ദേഹത്തിനൊപ്പം ആ വേദി പങ്കെടുത്ത് അല്ലെങ്കിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തീർച്ചയായിട്ടും ഇത് BJPക്കും അതുപോലെ തന്നെ DYFയ്ക്കും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പങ്കെടുത്തതിൽ BJPയിൽ പരക്കെ വിമർശനം ഉയർന്നിരുന്നു. അതിനിടെയാണ് CPM നേതാവും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദിയിലെത്തിയിരിക്കുന്നത്. രാഹുലിനെ പാലക്കാട്ട് ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് DYFI വെല്ലുവിളിയൊക്കെ നിലനിൽക്കവെയാണ് ഒരു CPM വനിതാ നേതാവ് കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്നത്. എന്തായാലും CPMന്റെ ഒരു പ്രതികരണം എന്താണ്? അവർക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം BJP പറയുകയുണ്ടായി, പ്രമീള ശശിധരൻ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതോടെ തങ്ങളുടെ പ്രവർത്തകരുടെ മനോവീര്യം തകർന്നു, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ രാഹുലിനെതിരെ പ്രതിഷേധിച്ച കേസിൽ ജയിലിൽ പോയവരോട് എന്ത് പറയും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ CPM നേതാവ് വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതിൽ എന്താണ് DYFയുടെ ഒരു പ്രതികരണം എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിനാണ് പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്ന BJP നിലപാടിന് വിരുദ്ധമായിരുന്നു ഈ നീക്കം. ലൈംഗിക ആരോപണത്തിന് പിന്നാലെ മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപകാലത്ത് വീണ്ടും മണ്ഡലത്തിൽ സജീവമാവുകയാണ്. നേരത്തെ KSRTC ബസിന്റെ ഉദ്ഘാടനത്തിനും റോഡ് ഉദ്ഘാടനത്തിനും MLA പങ്കെടുത്തിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം തടയുമെന്ന നിലപാടിലായിരുന്നു CPIMും BJPയുമായിരുന്നത്. അതിനിടെ സംഭവത്തിൽ പ്രതികരണവുമായി BJP ജില്ലാ നേതൃത്വം രംഗത്തെത്തി. വേദി പങ്കിടരുതെന്ന് തന്നെയാണ് പാർട്ടി നിലപാടെന്നായിരുന്നു BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധവുമായി BJP മുന്നോട്ടു പോകും. അതിന്റെ ഭാഗമായി ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം BJPയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കിടരുത് എന്ന നിലപാടിൽ തന്നെ, അദ്ദേഹവുമായി സഹകരിക്കരുത് എന്ന പാർട്ടി നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. ആ നിലപാടിൽ തന്നെ തങ്ങൾ തുടരുകയാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു BJP വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത്. അല്ലെങ്കിൽ അത് ബഹിഷ്കരിക്കാൻ ആ ചടങ്ങ് രാഹുൽ എത്തും എന്നറിഞ്ഞിട്ടും അത് ബഹിഷ്കരിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഇവിടെ ഒരു വിമർശനമായി ആരോപണമായി ഉയരുന്നത്. രാഹുൽ രാജിവെക്കണം എന്നത് തന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്നാണ് പ്രശാന്ത് ശിവന്റെ പ്രതികരണം. മാത്രമല്ല പാർട്ടി ജില്ലാ നേതൃത്വം വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് പ്രമീള ശശിധരനെതിരെ ഉയർത്തിയത്. പ്രമീള ശശിധരനെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് വെട്ടുക എന്നൊരു നീക്കത്തിലേക്ക് കൃഷ്ണകുമാർ പക്ഷം എത്തുന്നുണ്ട്. രാഹുലിനൊപ്പം വേദി പങ്കിട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച ജില്ലാ കമ്മിറ്റി അടിയന്തര യോഗത്തിൽ പ്രവർത്തകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പ്രമീളയുടെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. 18 പേരാണ് പ്രമീള രാജിവെക്കണം ആവശ്യപ്പെട്ടത്. പ്രമീളയുടെ പ്രവർത്തകരുടെ മനോവീര്യം തകർത്തതായാണ് ഉയർന്നിരിക്കുന്ന അഭിപ്രായം. രാഹുലിനെതിരെ സമരം ചെയ്ത കേസിൽ പ്രതിയായവരോട് പാർട്ടി എന്തു മറുപടി പറയുമെന്നാണ് പ്രവർത്തകർ ഉയർത്തിയ പ്രധാന ചോദ്യം. പ്രമീളയ്ക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ
പാർട്ടി അച്ചടക്കം തകരും. മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെയ്തത് തെറ്റെന്ന് പ്രമീള ഏറ്റുപറയണം. തെറ്റാണെന്ന് പറഞ്ഞ് പരസ്യ പ്രതികരണം നടത്തിയില്ലെങ്കിൽ രാജിവെച്ച് ഒഴിയണം. പ്രമീളയ്ക്ക് അടുത്ത തവണ സീറ്റ് നൽകരുതെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. 23 പേർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ 18ഓളം പേരും പ്രമീളയുടെ രാജിക്ക് വേണ്ടി നിലവിളിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രമീള ശശിധരൻ ഇനി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല, ഈ സംഭവത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രമീളയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് C. കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷനും ആവശ്യപ്പെടുകയുണ്ടായി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള BJPക്കുള്ളിൽ തന്നെ വിഭാഗീയത ഉളവാകുന്ന തരത്തിലേക്കായിരുന്നു ഈ പ്രമീളയുടെ പ്രവർത്തനം എന്നാണ് വിലയിരുത്തൽ. അതിനിടയിൽ പ്രമീള വിശദീകരണം നൽകിയിരുന്നു. അതായത് MLA ഫണ്ടിൽ നിന്നും നിർമ്മിച്ച റോഡാണ് എന്നടക്കമുള്ള ഒരു വിശദീകരണം. അതുകൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. മാത്രമല്ല, പരിപാടിയിൽ പങ്കെടുക്കാൻ പാർട്ടിയിൽ നിന്ന് തനിക്കൊരു വിലക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ പങ്കെടുത്തത് എന്നടക്കമുള്ള ഒരു വിശദീകരണം പ്രമീള ശശിധരൻ ഈ ഒരു വിഷയത്തിൽ നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു അവസരം കോൺഗ്രസ് വിനിയോഗിക്കാൻ ശ്രമിച്ചിരുന്നു. പ്രമീളയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ഒറ്റതിരിഞ്ഞ് BJP അവരെ ആക്രമിക്കുകയാണെങ്കിൽ കോൺഗ്രസിലേക്ക് പോരൂ എന്ന ഒരു വാഗ്ദാനം കോൺഗ്രസ് നൽകിയിരുന്നു. പക്ഷേ കോൺഗ്രസിലേക്ക് ഇല്ല, അത്തരത്തിലുള്ള ഒരു തീരുമാനം തനിക്ക് നിലവിലില്ല. താൻ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താൻ മാപ്പ് പറയും, പക്ഷേ കോൺഗ്രസിലേക്ക് താൻ ഇല്ല എന്നൊരു നിലപാട് പ്രമീള ശശിധരൻ വ്യക്തമാക്കിയിരുന്നു. വികസന പ്രവർത്തനം എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പാർട്ടി എന്ത് നടപടിയെടുത്താലും സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുമെന്നും പ്രമീള ശശിധരൻ പ്രതികരിക്കുകയുണ്ടായി. വാർഡ് കൗൺസിലറാണ് പരിപാടിയിലേക്ക് വിളിച്ചത്. പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി തന്നിട്ടില്ല. രേഖാമൂലമോ വിളിച്ചറിയിക്കുകയോ ചെയ്തിട്ടില്ല. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരില്ല എന്നും പ്രമീള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത്. നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു BJPയുടെ നിലപാട്. ആ നിലപാട് നിലനിൽക്കുകയാണ്, ആ വെല്ലുവിളി നിലനിൽക്കുകയാണ്. BJPയുടെ വനിതാ നേതാവ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ CPMലും സമാന സംഭവം സംഭവിച്ചിരിക്കുന്നു. കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലത രാഹുൽ മാങ്കൂട്ടത്ത് MLAക്കൊപ്പം വേദി പങ്കിട്ടിരിക്കുകയാണ്. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു രാഹുലിനൊപ്പം CPIM ജനപ്രതിനിധിയും പങ്കെടുത്തത്. DYFയുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.